പ്രയാതല്ല കേട്ടാ, ഒരു മിനിറ്റ്. ഹലോ ഗൈസ്, ഐ എം ആത്മസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബ്രാൻഡ് ന്യൂ വ്ളോഗ്. സോ ഗൈസ്, ഇന്ന് നമ്മളൊരു കാശ്മീർ ഹോൾ വീഡിയോ ആണ്. മനസ്സിലായില്ലല്ലേ? ഇവിടെ ഒന്നുമില്ല, ഞാൻ കാശ്മീരിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്കായി കാണിച്ചു തരാണ്. അങ്ങനെ ഒരു എന്താ പറയുക, നമ്മൾ ഷോപ്പ് ചെയ്ത കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരണം. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിന് മുമ്പ് തുടങ്ങുന്നതിന് മുമ്പ് കാശ്മീരിൻ്റെ വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ആദ്യം ഞാനൊരു ചെറിയ വീഡിയോ ആണെന്നാണ് വിചാരിച്ചത്, 10-40 മിനിറ്റിൻ്റെ അകത്തേക്ക്. പക്ഷേ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ഒരു നല്ല ലെങ്ത് ഉണ്ടെന്ന്. 1.5 മണിക്കൂറിൻ്റെ ഒരു നല്ലൊരു സിനിമ പോലെ ഞാൻ കാശ്മീർ വ്ളോഗ് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിലും കൊടുത്തേക്കാം, എബോട്ട് സെക്ഷനിലും കൊടുത്തേക്കാം. ചെക്കൗട്ട് ചെയ്തേക്കാം. നല്ല രസമായിരിക്കും കാശ്മീരിൻ്റെ കാഴ്ച. നമ്മളൊരു 5 ദിവസം പോയി 5 ദിവസത്തെ എല്ലാ സ്ഥലത്ത് പോയ എല്ലാത്തിൻ്റെയും ഞാൻ കവർ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ചെക്കൗട്ട് ചെയ്തേക്കാം. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് സാധനങ്ങൾ കാണിച്ചു തരാം. ഞാൻ ആദ്യം തന്നെ ചെറിയ സാധനങ്ങൾ തുടങ്ങാം. ഇതാണ് കാവ. ഓക്കെ, കാവ എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാൽ നമ്മളൊരു കട്ടൻ ചായയൊക്കെ പോലെ ഒരു ഡ്രിങ്കാണ്. നമ്മുടെ ഈ ഒരു കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ ഡ്രൈവർ പറഞ്ഞതെന്ന് വെച്ചാൽ, കാവ എന്ന ആ പേര് വന്നത് 11 തരം സ്പൈസസും കാര്യങ്ങളൊക്കെ ഇട്ടാണ്. ഞാൻ കുടിച്ചത് ബദാമൊക്കെ ഇട്ട്, തേനൊക്കെ ഇട്ട് നല്ല ടേസ്റ്റാണ്. അവിടെ പോയിട്ട് 2 വട്ടം 4 വട്ടം കാവ കുടിച്ചു. ആദ്യം കുടിച്ചപ്പോൾ ആദ്യമായിട്ടുള്ള ടേസ്റ്റ് അറിയാമല്ലോ, ആ ടേസ്റ്റ് നന്നായിരുന്നു. ആദ്യം കുടിച്ചപ്പോൾ കഞ്ഞിവെള്ളം പോലത്തെ ടേസ്റ്റാണ്. പിന്നെ കുടിച്ച് വന്നപ്പോൾ നല്ല ടേസ്റ്റാണ്. രണ്ടാമത് ഒരു വാലി പോയി. അവിടെ നല്ല തേനൊക്കെ ഇട്ട്, കുറച്ചുകൂടി വേറൊരു മസാലയൊക്കെ ഇട്ട്, ഒരു തേനൊക്കെ ഇട്ട് നല്ല കുറുക്കിയെടുത്തൊരു കാവ. അത് അടിപൊളിയാണ്. ഇതിൻ്റെ പൊടിയാണ്. പൊടിയല്ല, പൊടിയുള്ള പൗഡേർഡ് ഫോമിലുള്ളതുണ്ട്. ഇത് സാധനങ്ങളൊക്കെ ഇട്ട് കാണിച്ചു തരാം. കാണാമല്ലോ? ഓക്കെ, കാണാം. സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒന്നുകൂടെ കാണിച്ചു തരാം. ആ സ്പൈസസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി വയ്ക്കും. പക്ഷേ അവിടെ കുടിച്ച അഫ്കോഴ്സ് ഇവിടെ അത്ര ആ ടേസ്റ്റും ഇല്ല. കാരണം അവിടെ കുറച്ചുകൂടി വേറെ മസാലയും അവിടെ കുറച്ചുകൂടി കൂജ പോലത്തെ സാധനത്തിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ 5 മിനിറ്റ് തിളപ്പിച്ചുണ്ടാക്കി കുറച്ച് തേൻ കിട്ടുന്നത്. ആ ടേസ്റ്റ് കിട്ടിയില്ല. എന്നാൽ പോലും കാവ ടേസ്റ്റ് അറിയാത്തവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. പക്ഷേ ഇത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, നല്ലതാണ്. വിലയൊന്നും എനിക്ക് വിലയോടെ കൊടുത്തിട്ടുണ്ട്. ഇതിലുള്ള വിലയായിരിക്കും. എനിവേസ്, നമ്മൾ ആദ്യമായിട്ട് ഷോപ്പിംഗ് കയറി അവിടെ നിന്ന് വാങ്ങിച്ച ഇതാണ്. അതൊരു നമ്മളെ പഹൽഗാമിലോട്ട് പോകുന്ന വഴി, പുൽവാമയിലോട്ട് കയറുന്ന വഴി ഈ കട NMB പേരാണ്. ഇതാണ് അവിടെ നിന്ന് മേടിച്ചാണ്. പിന്നെ അടുത്ത സാധനം, കാശ്മീരിൽ പോകുമ്പോൾ നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് വാങ്ങേണ്ട സാധനമുള്ളൂ സാഫ്രോൺ, കുങ്കുമപ്പൂ. ഇത് പൊട്ടിക്കാൻ പറ്റില്ല. കാരണം ഇത് ഞാൻ എനിക്ക് വേണ്ടി അങ്ങനെ മേടിച്ചല്ല, മൊത്തത്തിൽ ഫാമിലി ആയിട്ട് അങ്ങനെ മേടിച്ചാണ്. അപ്പോൾ പൊട്ടിക്കാൻ ഇതിൻ്റെ അകത്ത് വേറൊരു സീല് വരുത്തുണ്ട്. അപ്പോൾ പൊട്ടിക്കുന്നില്ല, നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാ കുങ്കുമം. ഇതാണ്. ഇപ്പം നമ്മുടെ ഡ്രൈവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതിൻ്റെ പല ഫേക്ക് ഉണ്ട്. നമ്മൾ പോപ്കോൺ ഇല്ലേ, കോൺ ചോളം, അതിൻ്റെ നാരുണ്ടല്ലോ, കോണിൻ്റെ നാരെടുത്ത് ചുവന്ന കളറിലിട്ട് അങ്ങനെ കുറേ ഫേക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് ഒറിജിനൽ. ഇതാണ് കടയുടെ പേര്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കോളൂ, കാണിച്ചു തരാം. ഇവിടെ നിന്നാണ് അതൊക്കെ മേടിച്ചത്. ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് 450 ഇത് എത്ര ഗ്രാം? വളരെ കുറച്ചേ ഉള്ളൂ. എന്നാൽ പോലും 1 ഗ്രാമാണ്. അപ്പോൾ 1 ഗ്രാമിന് 450. പക്ഷേ ഇതിൻ്റെ വിലയാണോ മേടിച്ചത് നോർമലി? ഞാനല്ല പൈസ കൊടുത്തു. നമ്മൾ ഫാമിലി ആയിട്ടില്ലേ പോയി, അപ്പോൾ അങ്ങനെ മേടിച്ചാണ്. അപ്പം ഇതിങ്ങനെ വാങ്ങിക്കാൻ കൂടെ നിന്നുള്ളൂ, ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ എനിക്ക് വേണ്ടി ഇത് രണ്ടും, ഈ കാവാപ്പൊടിയും സാഫ്രോണൊക്കെ നമ്മൾ ഫാമിലി ആയിട്ട് അങ്ങനെ മേടിച്ചാണ്. ഇനി അടുത്ത ഒരു സംഭവം എന്ന് വെച്ചാൽ, ഇതിവിടെ ഇല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഞാൻ അവസാനം കാണിക്കും. അതാണ് എൻ്റെ സ്വഭാവം. ഇത് എന്ന് പറയുന്നത് കാശ്മീരി ഷോളാണ്. മൊത്തത്തിൽ തുറന്ന് കാണിച്ചു തരാം. ഇത് എടുത്തിട്ട് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇത് 2 സൈഡായിട്ട് ഉപയോഗിക്കാന്നാണ്. അങ്ങനെ അടിവല്ല അങ്ങനെ എന്താണ് പറഞ്ഞു ഞാൻ പറയാതല്ല കേട്ടാ, ഒരു മിനിറ്റ്. ഇതാണ്. പക്ഷേ ഇത് നമ്മളെ ഇവിടുത്തെ ചൂടത്ത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല.
കാര്യമില്ലെന്നല്ല, ചൂടാണ്. എന്താ പറയുക, ഇതിങ്ങനെ ഇത് അവിടുത്തെ കാശ്മീരി തണുപ്പിന് പറ്റിയ സാധനമാണ്. ഇതൊക്കെ എടുക്കാം. ചൂടാണ്, നല്ല ചൂടുണ്ട്. പക്ഷെ നല്ല ഹൈ ക്വാളിറ്റി സ്റ്റഫാണ്. ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ പറഞ്ഞാൽ വിട്ടുപോയി, ഇത് മാർക്കറ്റിൽ അവസാന ദിവസം തലേ ദിവസം നമ്മൾ മാർക്കറ്റിൽ പോയിരുന്നു. മക്ക മാർക്കറ്റ് എന്നുള്ള സ്ഥലത്ത് നിന്നാണ് ഇത് മേടിച്ചത്. ഇതെല്ലാം അവിടെ നിന്ന് തന്നെയാണ് മേടിച്ചത്. ഇത് കണ്ടാൽ മനസ്സിലാവും, കാശ്മീരിലെ ഷിക്കാരയാണ്. ഇതൊരു സൊവനിയറാണ്. നമുക്ക് എനിക്ക് കുറച്ച് വേണ്ടപ്പെട്ടവർക്കും ഈ സാധനമാണ് ഞാൻ മേടിച്ചത്. നല്ല അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആണ് സാധനത്തിന്. കാശ്മീർ അയ്യോ ഇവിടെ കാശ്മീർ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അത് വന്നിട്ട് ഇവിടെ ഈ കളറായിട്ട് കാണുന്നില്ലേ ഈ സാധനം, ഇതൊക്കെ ശരിക്കും ഒരു ഷിക്കാരയിലാണ്. പക്ഷേ സീറ്റ് അത്ര പക്കയല്ല. ഇതല്ല, ഇവിടെ കുറച്ചുകൂടെ ഒരു സോഫ പോലത്തതാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ. തടിയാണ് നാട്ടില്. ഇവിടെ ഇങ്ങനെ കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാശ്മീർ എന്നൊക്കെ നമ്മൾ പണ്ട് കാർവ് ചെയ്യും കൊച്ചിലെ, അതുപോലത്തെ ഒരു കാർവിങ്ങാണ്. ഇനിയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റം പോക്കറ്റ് വാച്ച്. ഇത് വന്നിട്ട് ഇങ്ങനെയായിരിക്കും. ഇവിടെ ഷിക്കാരാന്നിരിക്കും. ഇതിങ്ങനെ വെച്ചിട്ട് ഒരു മാസമായിട്ടാണ് ഇത് തുറക്കേണ്ടത്. ഓട്ടെ, ഇങ്ങനെ തുറക്കാം. കാണിച്ചു അടുത്തത് ഇങ്ങനെ സമയം കാണിച്ച്. ഇപ്പം സമയം 2:45 കഴിഞ്ഞ് 3 മണിയാകുമ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഈ സാധനം. നല്ലൊരു ഇത് എത്ര 300 രൂപയാണ്. പക്ഷേ കൊള്ളാം, നല്ലൊരു ഐറ്റമാണ്. 300 രൂപ കൂടുതലാണെന്നൊക്കെ ചോദിച്ചാൽ കുഴപ്പമില്ല, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. ഒരു 250 കിട്ടാം. എനിവേസ് കുഴപ്പമില്ല. ഈ സാധനം അധികം ഇപ്പം കാണാനില്ല. ഇപ്പോൾ പണ്ടത്തെ ഒരു സാധനമില്ല. അപ്പോൾ ആ ഒരു ഇത് വെച്ച് അടിപൊളിയാണ്. പക്ഷേ ഈ സാധനം അവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ സാധനത്തിന് ഓരോ റേറ്റാണ്. അപ്പം നമ്മൾ നോക്കിയും കണ്ടൊക്കെ വാങ്ങണം. ഡ്യൂറബിലിറ്റി ഇതിൻ്റെ കുളം. ഇത് ഈ സാധനം നിങ്ങൾ പ്ലാസ്റ്റിക് ആണെന്ന് വിചാരിച്ചാൽ ഇത് തടിയാണ്, ഫുൾ തടിയാണ്. ചെറിയ ഡിസൈൻസ് മാത്രമേ പ്ലാസ്റ്റിക് അങ്ങനെയൊക്കെ വന്നിട്ടുള്ളൂ. അപ്പം അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അധികം സാധനങ്ങളൊന്നും മേടിച്ചില്ല. ബാക്കി ആൾക്കാരൊക്കെ അത്യാവശ്യമൊക്കെ മേടിച്ചു. വേറെ എനിക്ക് അങ്ങനെ സെറ്റർ ജാക്കറ്റ് അങ്ങനെ വേണ്ടിയതില്ല. എനിക്ക് അങ്ങനെ അധികം ഷോപ്പ് ചെയ്യുന്ന ഒരാളല്ല. എവിടെ പോയാലും ഞാൻ അങ്ങനെ ഷോപ്പ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ അത്രയൊക്കെ വന്നിട്ട് കാശ്മീർ ഹൗൾ. അപ്പം നിങ്ങൾ വ്ളോഗ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. കാശ്മീരിൽ പോകുന്നതിന് നമ്മൾ നല്ല കവർ ചെയ്തിട്ടുണ്ട്. സ്ഥലങ്ങളായിക്കോട്ടെ, നമ്മുടെ ഫുഡ്, ലോക്കൽ ഫുഡ് കാര്യങ്ങളൊക്കെ ഞാൻ നല്ല വ്ളോഗിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ ക്യാച്ചപ്പ് ചെയ്യുന്നുണ്ട്. കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം ഒരു കാര്യം പറയാൻ വിട്ടുപോയി, എനിക്ക് എക്സാം തുടങ്ങുകയാണ്. ഞാൻ BA ഫൈനൽ ഇയർ ആണ്. അപ്പോൾ എൻ്റെ ഫൈനൽ എക്സാംസ് വരെയാണ് ഡിഗ്രിയിൽ. അപ്പോൾ അതുകൊണ്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ എനിക്ക് ഇത് കൂടാതെ 3 ചാനൽസുണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം അതിനെല്ലാം ഒരു 2 മാസത്തേക്കൊരു ബ്രേക്കാണ്. എനിക്ക് ജൂണിൽ പരീക്ഷ തുടങ്ങി, ജൂലൈയിലാണ് തീരുക. അപ്പം അതൊരിടത്തേക്ക് തൽക്കാലത്തേക്ക് ഒരു ബ്രേക്ക് ഇടുകയാണ്. എനിക്കിനി സൂപ്പർ ഏണേഴ്സ് എൻ്റെ മെയിൻ ചാനലിലേക്ക് ഒരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്തതിന് ഞാൻ ബ്രേക്കിലോട്ട് കടക്കുകയാണ്. ഫുൾ പഠിത്തത്തിലേക്ക് പോവുകയാണ്. എനിവേയ്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുങ്കുമം ഒന്നുകൂടെ കാണിച്ചു തരാം. കാരണം എന്താ വെച്ചാൽ ഒറിജിനൽ പലരും കണ്ടിട്ടുണ്ട്, കടയിലൊക്കെ നമ്മളവിടെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. ഇതാണ് ഞാൻ കുറേ കാണിച്ചു തരാം. പൊട്ടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പൊട്ടിച്ചാൽ വീട്ടിൽ ചിലപ്പോൾ ചീത്ത എടുക്കും. ഇനി കാവ കാണിച്ചു തന്നെ. കാശ്മീർ എന്ന് പറയുമ്പോൾ നല്ലൊരു വട്ടം പോവാൻ ശ്രമിക്കുക. നല്ല സ്ഥലമാണ്. അഫ്കോഴ്സ് എന്താ പറയുക, നമ്മളെ നാട് പോലെ ഒന്നുമില്ല, എന്നാൽ പോലും നല്ല സ്ഥലമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് മേടിച്ച സാധനത്തിൽ. ഇത് ഇങ്ങനെ തുറക്കുന്ന പോക്കറ്റ് വാച്ച്. എനിവേസ്, താങ്ക് യു ഗൈസ്. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു വ്ളോഗിലൂടെ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ടായിരുന്നത്. മറ്റൊരു പുതിയ വ്ളോഗിൽ നമുക്ക് വീണ്ടും കണ്ടിട്ടാം. ആദ്യം ദിസ് ഈസ് മീ ആത്മജനാർ സൈനിങ് ഔട്ട് ആൻഡ് യു ആർ വാച്ചിങ് ആത്മജനാർ വ്ളോഗ്സ്.